ഹിജാബിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് ഹൈസ്കൂൾ അടച്ചിട്ടു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയതാണ് വിവാദത്തിന് തുടക്കം. ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന കുട്ടിയുടെ രക്ഷിതാക്കളും യൂണിഫോമിന്റെ ഭാഗമല്ലാത്തതിനാൽ അനുവദിക്കില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റും നിലപാടെടുത്തതോടെ തർക്കം രൂക്ഷമാവുകയായിരുന്നു. സ്കൂൾ ആവശ്യപ്പെട്ടത് പ്രകാരം പോലീസ് സംരക്ഷണം അനുവദിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവായെന്ന് സ്കൂളിന്റെ അഭിഭാഷക കൂടി അറിയിക്കും. ഹിജാബിനെ ചൊല്ലിയുണ്ടായ വിവാദത്തെ തുടർന്ന് കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് ഹൈസ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഈ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഹിജാബ് സ്കൂളിൽ ധരിച്ചെത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ PTA എടുക്കുകയായിരുന്നു. ഇവിടെ ഷോർട്ട് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് TC അടിച്ചു വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോ എന്നും പറഞ്ഞിട്ട് ധിക്കാരപരമായ സംസാരമാണ്. അത് വോയിസ് റെക്കോർഡുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കണം. പിന്നെ അതുകൂടാണ്ട് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവൾ അഹങ്കാരിയാണെന്നും ധിക്കാരിയാണെന്നും ആ ടീച്ചർ പറയുന്നത്. കുട്ടിയുടെ രക്ഷിതാവ് സ്കൂളിലെത്തി സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിക്കുന്നു. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PTA അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സ്കൂൾ മാനേജ്മെന്റും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ സ്കൂൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തേക്ക് ഈ സ്കൂൾ പ്രവർത്തിക്കില്ല. അതേ വസ്ത്രത്തിൽ തന്നെ, അതായത് ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് മാത്രമേ കുട്ടിയെ സ്കൂളിൽ വിടാൻ കഴിയൂ, അത്തരത്തിൽ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഉൾപ്പെടെ ഈ കുട്ടിയുടെ രക്ഷിതാവ് പരാതി നൽകിയിട്ടുമുണ്ട്. അതേസമയം സ്കൂളിന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം, സ്കൂളിന് നാളെ തൊട്ട് തുറന്ന് പ്രവർത്തിക്കാം, ആൻഡ് പോലീസ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ സ്കൂളിനും സ്കൂളിലെ സ്റ്റുഡൻസിനും മാനേജ്മെന്റിനും കൊടുക്കണം. ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും ഇവിടെ സംഭവിക്കാനായിട്ട് പോലീസ് അനുവദിക്കാൻ പാടില്ല. സ്റ്റേറ്റിനോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ്, വളരെ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ PTA ആവർത്തിക്കുന്നത് കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ മറ്റ് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ല, മറ്റ് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ നിഷ്കർഷിക്കുന്ന നിയമാവലിയിൽ പറയുന്ന തരത്തിലുള്ള യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ സ്കൂളിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. തോന്നുമ്പോൾ വയലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കൂളിൻ്റെ ഡിസിപ്ലിൻ അപ്പോൾ കുട്ടിയും കണ്ടുപിടിക്കുന്നതാണ്. മറ്റു കുട്ടികൾ ആ ഒരു ഡിസിപ്ലിൻ തെറ്റിച്ചു, അതുകൊണ്ട് അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി. നമ്മൾ നിർബന്ധമൊന്നുമില്ല. നിലവിൽ എന്തായാലും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.